നമസ്കാരം. ജൂതന്റെ പതനം കാണാതെ ഫലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്നതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഏറെ മഹത്തരമാണ് എന്നൊരിക്കൽ കൂടെ പറയേണ്ടി വരികയാണ്. കാരണം കാര്യങ്ങളുടെ പോക്ക് അത്തരമൊരവസ്ഥയിലേക്കാണ്. ഒരു ചെറിയ രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യം, ഞങ്ങളുടെ പക്കൽ എല്ലാം ഉണ്ട്, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തർ, ഞങ്ങളുമായി ഏറ്റുമുട്ടി ആർക്കും വിജയിക്കാൻ കഴിയില്ല എന്ന് അഹങ്കരിച്ചുകൊണ്ട് ലോകത്തെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നു. ചുറ്റുപാടുമുള്ള അവരുടെ അയൽവാസികൾ മുഴുവൻ ശത്രുക്കളാണ്. ഇപ്പോൾ ലോകത്തെ മുഴുവൻ അവർ ശത്രുവാക്കി വെച്ചിരിക്കുന്നു. ആകെ കൂടെയുള്ളത് അമേരിക്കയാണ്. അമേരിക്കക്ക് പോലും ഇസ്രായേലിനു വേണ്ടി സംസാരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യം പോയിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഗസയുമായിട്ടുള്ള യുദ്ധം അത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി മറ്റു ലോക രാജ്യങ്ങളെയൊക്കെ ധിക്കരിച്ച് പല ഉപദേശങ്ങളും ചെവിക്കൊള്ളാതെ ഇസ്രായേൽ നടത്തിയതാണ്. അതിന്റെ ഭാഗമായി വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഫലസ്തീനെ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അത്തരത്തിൽ ലോക രാജ്യങ്ങളെയൊക്കെ ശത്രുപക്ഷത്താക്കിയ ഇസ്രായേൽ ഇപ്പോൾ വീണ്ടും വീണ്ടും ആ ശത്രുക്കളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാന കാലത്ത് എല്ലാവരും കൂടെ അടിച്ചാൽ ആ അടി ഇസ്രായേലിന് താങ്ങാൻ കഴിയില്ല. അത്തരമൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സിറിയയിൽ ഇസ്രായേൽ ഒരു വ്യോമാക്രമണം നടത്തി. അൽഷറ പാലസിന് സമീപമാണ്, അവിടുത്തെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം, ആ കോമ്പൗണ്ടിന് സമീപം, അവിടെയാണ് ഇസ്രായേൽ ഒരു വ്യോമാക്രമണം നടത്തിയത്. ഈ വ്യോമാക്രമണം എല്ലാ പരിധികളും ലംഘിക്കുന്നതാണ്, എല്ലാ മര്യാദകളും ലംഘിക്കുന്നതാണ്. അപകടകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് സിറിയയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാം, ബഷറുൽ അസദ് ഭരണകൂടത്തെ ഒരു അട്ടിമറിയിലൂടെയാണ് ഇപ്പോഴത്തെ സിറിയ ഭരിക്കുന്ന ആളുകൾ പുറത്താക്കിയത്. അതിന് എല്ലാവിധ സഹായങ്ങളും ഒത്താശയും ചെയ്തു കൊടുത്തത് അമേരിക്കയും ഇസ്രായേലുമാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഇപ്പോഴത്തെ സിറിയൻ ഭരണകൂടം ആരുടെ സഹായം സ്വീകരിച്ചാണോ അവർ അധികാരത്തിലെത്തിയത്, അവർക്കെതിരെ തന്നെ ആ സിറിയൻ ഭരണകൂടത്തിന് തിരിയേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. നേരത്തെ സിറിയയെ ചൊല്ലി ഇസ്രായേലുമായി തുർക്കി ഒരു കലഹത്തിന് മുതിർന്നിരുന്നു. ആ കലഹം കൈവിട്ടു പോകുമെന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു നേരെ അമേരിക്കയിലേക്ക് വെച്ചുപിടിച്ച് അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. തുർക്കിയെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം, അല്ലെങ്കിൽ തുർക്കിയെ ആക്രമിക്കാൻ സഹായിക്കണം. ഇതായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യം. എന്നാൽ തൽക്കാലം അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ എടുത്തുചാടി ഒന്നും ചെയ്യരുത് എന്ന ഒരു ഉപദേശമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇപ്പോൾ തുർക്കിക്ക് കാര്യങ്ങൾ ഏറെക്കുറെ എളുപ്പമായിരിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ സിറിയ ഭരിക്കുന്ന ഭരണകൂടം തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്തായാലും ഇത് ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക്, ഇസ്രായേലിന്റെ അയൽപ്പക്കത്ത് ഇസ്രായേലിനെതിരെ ശക്തമായ നീക്കം നടത്തുന്ന ഒരു സംഘടനയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളക്ക് നിലവിൽ ആയുധം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിറിയയിലെ ഭരണമാറ്റമാണ്. എന്തായാലും സിറിയയിൽ ഇപ്പോഴത്തെ ഭരണകൂടം ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം അത് ഇസ്രായേലിന് വലിയ ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇസ്രായേലിന് വേണ്ടി നിലപാടെടുക്കുന്ന, ഇസ്രായേലിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന കാര്യം. എന്തായാലും അമേരിക്ക ഇറാനോട് തോറ്റ് തുന്നം പാടിയ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ചെങ്കടലിൽ നിന്നും അമേരിക്കയുടെ USS ഹാരിയസ് ട്രൂമാൻ എടുത്ത് അമേരിക്ക ഓടേണ്ടി വന്നു. എന്തായാലും ഇത് ഇറാന്റെ പിന്തുണയോടുകൂടി ഹൂത്തികൾ നടത്തിയ ആക്രമണമാണ് അത്തരത്തിലൊരു ഓട്ടത്തിന് കാരണമായത് എന്ന് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ അമേരിക്കയെ വെല്ലുവിളിക്കും വിധത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നു, ചില പ്രതികരണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘർഷങ്ങൾക്ക് ചെറിയ അയവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം രൂക്ഷമായിരിക്കുന്നു. ഏത് നിമിഷവും വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകുമെന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. അതായത് ഒരിക്കലും അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ആണവ പരീക്ഷണം തുടരും, യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ കഴിയില്ല, മിസൈൽ പദ്ധതി അത് ഞങ്ങൾ തുടർന്ന് മുന്നോട്ട് തന്നെ പോകും എന്നുള്ള ഒരു നിലപാട് ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്നു. ആദ്യം അമേരിക്ക ഉപരോധങ്ങൾ അവസാനിപ്പിക്കട്ടെ, അതുപോലെ തന്നെ ഞങ്ങളുടെ പക്കൽ നിന്നും എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ അവസാനിപ്പിക്കട്ടെ, അതിനുശേഷം നമുക്ക് ചർച്ചകൾ തുടരാം. അല്ലാതെ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കുമില്ല എന്ന ഒരു നിലപാട് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു തിരിച്ചടിയാണ്. അമേരിക്ക ഇപ്പോൾ പരാജയപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ട് ചൈനയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഇറാൻ അമേരിക്കയുടെ ആ അഹങ്കാരത്തിന്റെ പത്തി നോക്കി തന്നെ നല്ല അടി വെച്ചു കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അമേരിക്ക തളർന്നാൽ, അമേരിക്ക തകർന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ എടുക്കാൻ കഴിയില്ല. കൂടുതൽ ശത്രുക്കളെ സമ്പാദിച്ചു കൂട്ടുന്ന ഇസ്രായേലിന് അവസാന കാലത്ത് കിട്ടാൻ പോകുന്ന തിരിച്ചടി എത്രമാത്രം വലുതായിരിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു വിഭാഗത്തിന്റെ വിശ്വാസം എടുത്തു പറയേണ്ടി വരികയാണ്. ജൂതന്റെ പതനം കാണാതെ ഫലസ്തീൻ ചിരിക്കാതെ, ഫലസ്തീന്റെ ചിരി കാണാതെ
ലോകം അവസാനിക്കില്ല എന്നുള്ള ആ വിശ്വാസം.